ഹായ് 2024 നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോൾ അതിന്റെ ലാസ്റ്റ് റാങ്കിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോസ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ റാങ്കുമായിട്ട് താരതമ്യം ചെയ്തിട്ട് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഏകദേശം എക്സാക്ട് അതിനനുസരിച്ചിട്ട് അടുത്ത റാങ്കിലും നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇത്രയും കൂടെ കുറച്ചും കൂടെ അധികം റാങ്കുള്ളവർക്ക് അത് കിട്ടും. കാരണം ഒരു 7% അടുത്തൊക്കെയാണ് കോളേജുകൾ കൂടിയിട്ടുള്ളത്. ആ കോളേജുകൾ കൂടിയതനുസരിച്ചിട്ട് സീറ്റും കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിനേക്കാളും മുകളിലാണോ അതോ താഴെയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ വർഷത്തിൽ ജനറൽ റാങ്ക് ഓപ്പൺ കാറ്റഗറിയിൽ 19,603 ആണ് അവസാനം പോയിരിക്കുന്ന റാങ്ക് എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മാർക്ക് 660 മാർക്കുമാണ്. കഴിഞ്ഞ വർഷത്തിൽ 19,396 ആണ്. ആ കുട്ടിയുടെ സ്കോർ 618 ആണ്. അപ്പോൾ നമുക്ക് 19,603 മൈനസ് 19,396 207 റാങ്കിന്റെ ഡിഫറൻസ് ആണ് ജനറൽ കാറ്റഗറികളിൽ കാണുന്നത്. 207 റാങ്കോടെ കൂടിയ ആളുകൾക്ക് സീറ്റ് കിട്ടിയെന്നതാണ് ജനറൽ കാറ്റഗറി സംഭവിച്ചിരിക്കുന്നത്. പിന്നെ EWSലേക്ക് വരുന്ന സമയത്ത് റാങ്ക് ഈ വർഷം 23,419 ആണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അത് 21,591 ആയിരുന്നു. ഏകദേശം 1,828 റാങ്കിൻ്റെ മാറ്റം നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ സ്കോർ 654 ആണ് ഈ വർഷം. കഴിഞ്ഞ വർഷം 613 ആണ്. അത്രയും വലിയ വേരിയേഷൻസ് നമുക്കതിൽ സ്കോറിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. OBC കേസിലേക്ക് വരികയാണെങ്കിലും 20,281 ഫസ്റ്റ് അലോട്ട്മെന്റിൽ പോയപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ 19,977 ആയിരുന്നു. ദാറ്റ്സ് മീൻസ് 304 റാങ്കിന്റെ മാറ്റമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി അത് SCയിലേക്ക് വരികയാണെങ്കിൽ 1,05,676 ഈ വർഷം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷത്തിലാണെങ്കിൽ 1,13,000 ആയിരുന്നു. അതായത് ഏകദേശം 5,663 റാങ്കിന് ഡിഫറൻസ് ഉണ്ട്. സ്കോർ വലിയ ഡിഫറൻസ്. 575 ഈ വർഷത്തെ സ്കോർ ആണെങ്കിലും കഴിഞ്ഞ വർഷം 509 കിട്ടിയൊരു കുട്ടി പോയിരുന്നു. അപ്പോൾ സ്കോറിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എക്സാമിന്റെ ഈസിനെസിനൊക്കെ അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാലോ. STയിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നത് 1,45,207 ആണ് ഈ വർഷം പോയിട്ടുള്ളത്. അത് 544 ആ കുട്ടിയുടെ മാർക്ക് വെച്ചെങ്കിൽ മാർക്കിന്റെ വേരിയേഷൻസ് വലുതാണ്. 1,41,071 കഴിഞ്ഞ വർഷം പോയിട്ടുണ്ട്. ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 469 മാർക്കാണ്. ഇനി ഞാൻ അതിന്റെ മുമ്പത്തെ വർഷത്തിലേക്ക് എടുക്കുമ്പോൾ ഈ ഒരു മാർക്കിന്റെ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതിന്റെ മുമ്പത്തെ വർഷം 608, 605 ആയിരുന്നു ഈ ഒരു മാർക്ക് എന്നൊക്കെ. UR ഒക്കെ 608 കുട്ടികൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വർഷത്തിൽ മാർക്ക് എന്ന് വെച്ചാൽ കുട്ടികളുടെ കോമ്പറ്റീഷൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഇനിയും ഇതിന്റെ ടൈറ്റ് കൂടും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. വേരിയേഷൻസ് നമുക്ക് നോക്കാം. 1,45,207 മൈനസ് 1,41,071 എന്ന് പറയുമ്പോൾ 4,136 റാങ്കിന്റെ മാറ്റമുണ്ട്. അപ്പം ഇതിനനുസരിച്ചിട്ട് നെക്സ്റ്റ് ലെവലിലും കഴിഞ്ഞ വർഷത്തിലേക്കാളും കുറച്ചും കൂടെ റാങ്ക് കൂടിയ കുട്ടികൾക്ക് തന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് ഒക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്ക് ഫ്രീ എക്സിറ്റ് ഉണ്ടല്ലോ. അവർ ജോയിൻ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടാവും. ഇനി കേരളത്തിൽ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യാമെന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളുണ്ടാവും. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ ഇനി വറീഡ് ആവണ്ട. സെക്കൻഡ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ആ സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വിഷയമുണ്ട്. ആ വിഷയം എന്ന് പറയുന്ന ഒന്നുമല്ല, നിങ്ങളുടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്. നിങ്ങൾ ആ 10,000 രൂപയോ അല്ലെങ്കിൽ 5,000 രൂപയൊക്കെ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നഷ്ടപ്പെടും. അതായത് മോപ്പപ്പ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെന്റ് എന്ന് പറയുന്നതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അനലൈസിങ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തിനെയും ഈ വർഷത്തിനെയും കമ്പയർ ചെയ്യുമ്പോൾ അനലൈസിങ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസിനൊക്കെ അനുസരിച്ചിട്ട് ഏറെക്കുറെ റാങ്ക് കൂടിയ ആളുകൾക്കൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. EWSലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം നമുക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. OBCയുടെ കാറ്റഗറി അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിൽ എത്ര ആളുകൾ സ്റ്റേറ്റിലേക്ക് ജോയിൻ ചെയ്യും, എത്ര ആളുകൾ ഇവിടെ ജോയിൻ ചെയ്യുന്നു നമുക്കറിയില്ല. ഓരോ സ്റ്റേറ്റും ഉണ്ടല്ലോ, ആ സ്റ്റേറ്റിലേക്ക് അവർ ജോയിൻ ചെയ്യാം. കേരളം മാത്രമല്ലല്ലോ, എല്ലാ സ്റ്റേറ്റിലേക്കും ആളുകൾ ജോയിൻ ചെയ്തതിനനുസരിച്ചിട്ട് അത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ഐഡിയ, ഒരു പിക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ആ പിക്ചറിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഇതുപോലെ അപ്ഡേഷൻസുമായിട്ട് ഇനി നമ്മൾ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.